ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. സമൂച്ചീസിൽ ഇന്നത്തെ റെസിപ്പി ഒരു ചില്ലി ചിക്കൻ നൂഡിൽസാണ്. സാധാരണ വെജിറ്റബിൾസ് ചേർത്തും ചിക്കൻ ചേർത്തും ഒക്കെ നമ്മൾ നൂഡിൽസ് തയ്യാറാക്കാറുണ്ട്. എന്നാൽ ഞാനിന്നിവിടെ ഒരു ചില്ലി ചിക്കൻ തയ്യാറാക്കിയിട്ട് നൂഡിൽസുമായിട്ട് മിക്സ് ചെയ്ത് ചില്ലി ചിക്കൻ നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ചില്ലി ചിക്കൻ തയ്യാറാക്കുമ്പോൾ ചിക്കൻ ക്യൂബ്സ് ആയിട്ടല്ലേ കട്ട് ചെയ്യുന്നത്. എന്നാൽ ഞാനിവിടെ ഇതേപോലെ നീളത്തിൽ സ്ട്രിപ്സ് പോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കുക. വളരെ കുറച്ച് അളവിൽ മാത്രമേ ചിക്കൻ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇതുപോലെ ഒരു ചെറിയ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താൽ മതി. 1 സ്പൂൺ പെപ്പർ പൗഡർ, 1 സ്പൂൺ സോയാ സോസ്, 1 സ്പൂൺ നാരങ്ങ നീര്, പിന്നെ ഇതിനാവശ്യമായ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ചേർക്കുന്ന സോസിന് ഉപ്പുള്ളതാണ്. അതിനനുസരിച്ച് മാത്രമേ ഇതിനകത്തേക്ക് ചേർക്കാവുള്ളൂ. പിന്നെ വേണ്ടത് 1 സ്പൂൺ കോൺഫ്ലവർ, 1 സ്പൂൺ മൈദ, 1 മുട്ട, 1 പിഞ്ച് മുളക് പൊടി, അല്പം എണ്ണ. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ പൊടികളും ഈ മസാലയെല്ലാം ഈ ചിക്കനിൽ നന്നായിട്ട് കോട്ട് ചെയ്തിരിക്കുന്നത് പോലെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്തേക്ക് 1 സ്പൂൺ അരിപ്പൊടിയും 1/2 സ്പൂൺ കോൺഫ്ലവറും കൂടെ വീണ്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓരോ ചിക്കൻ പീസസും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം കുറച്ച് വയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ആദ്യം ഇട്ട പീസ് ഇവിടെ ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. വളരെ തിന്നായിട്ടല്ലേ ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് വളരെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ആദ്യം ഇട്ടതിന് നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. അതല്ല എങ്കിൽ ഇതെല്ലാം ഫ്രൈ ആയി വരുമ്പോഴത്തേനും അത് കരിഞ്ഞു പോകും. ബാക്കിയുള്ളതിനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി വിടിയിച്ച് കൊടുക്കുക. 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് എടുത്ത് മാറ്റാം. ചിക്കൻ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 കവർ നൂഡിൽസാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെയുള്ള 2 കവർ നൂഡിൽസ് ഇതല്പം എണ്ണയൊക്കെ ഒഴിച്ച് വേവിച്ച് ഇതുപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് 3 ടൈപ്പ് ക്യാപ്സിക്കമാണ്. അത് ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സവോള, ഇത്തിരി കട്ടിയിലാണ് ഞാനത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ 2 പച്ചമുളകും, 2 വെളുത്തുള്ളി, അല്പം സ്പ്രിംഗ് ഓണിയൻ, അതെല്ലാം വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് സോസുകൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതെന്താണെന്നും അതിൻ്റെ കറക്റ്റ് അളവും അത് ചേർക്കുന്ന സമയത്ത് ഞാൻ പറയാം കേട്ടോ. ഇനി എങ്ങനെയാണ് ഈ ചില്ലി ചിക്കൻ നൂഡിൽസ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ഫ്രൈ പാൻ വയ്ക്കുക. അതിലേക്ക് ഇതുപോലെ 1 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മളിവിടെ ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ആ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുക. സവോള ഇവിടെ ഇത്തിരി കട്ടിയിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ഇത് ചെറുതായി വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കുക. വീണ്ടും ഇതെല്ലാം കൂടെ ഒരു 2 മിനിറ്റ് വരെ ഒന്ന് വഴറ്റുക. ഇതിൻ്റെ ക്രഞ്ചിനെസ് ഒന്നും പോകാൻ പാടില്ല. അതേപോലെ വഴറ്റിയാൽ മതി. ഈ സവോള ഈ ക്യാപ്സിക്കവും എല്ലാം കൂടെ ഒന്ന് 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഒരു കാര്യം, ഇതിനകത്തേക്ക് ഉപ്പ് ഈ സമയത്ത് ചേർക്കരുത്. നമ്മൾ സോസുകൾ ആഡ് ചെയ്യുന്നതാണ്. പിന്നെ നൂഡിൽസ് മസാലയും ചേർക്കുന്നതാണ്. അപ്പോൾ അതിനൊക്കെ നല്ല ഉപ്പുള്ളതാണ്. അതുകൊണ്ട് അതെല്ലാം ചേർത്തതിന് ശേഷം നോക്കിയിട്ട് മാത്രമേ ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കാവുള്ളൂ. ഇനി ഇതിവിടെ വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് സോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ ചില്ലി സോസ്, 1 സ്പൂൺ ടൊമാറ്റോ സോസ്, 1 സ്പൂൺ സോയാ സോസ്. വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റ് വീണ്ടും വഴറ്റുക. ഈ സോസുകളും ഈ വെജിറ്റബിളും എല്ലാം കൂടെ ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി അടുത്താണ് നമുക്ക് ചേർക്കാനുള്ളത് നൂഡിൽസിൻ്റെ മസാലയാണ്. അത് ഞാൻ 2 കവർ എടുത്തിരുന്നെങ്കിലും ഒരു കവർ നൂഡിൽസ് മസാല അതിനകത്തേക്ക് ചേർക്കുന്നത്. ആ നൂഡിൽസ് മസാല അതിനകത്തേക്ക് ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസും ചേർത്ത് കൊടുക്കുക.
ഇതെല്ലാം കൂടെ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു ചിക്കൻ നൂഡിൽ സൂപ്പ് ചെയ്തിരുന്നത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. കണ്ടില്ലെങ്കിൽ ഒന്ന് കാണാൻ മറക്കരുതേ. നമ്മുടെ ചില്ലി ചിക്കൻ നൂഡിൽസ് ഇവിടെ റെഡിയായി. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം സ്പ്രിംഗ് ഓണിയനൊക്കെ ചേർത്ത് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ ഇതൊന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കൂ. തീർച്ചയായും അവർക്കിത് ഇഷ്ടപ്പെടും. അടിപൊളി ടേസ്റ്റാണ്. ഞാനിവിടെ ഈ രീതിയിൽ തയ്യാറാക്കി കൊടുത്തിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഇഷ്ടമായാലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്